ഓക്കെ, എട്ടാമത്തെ എക്സസൈസ് നോക്കിക്കോളൂ കേട്ടോ. സൂ അല്ലേ, സൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, സ്വാഹിബ് എന്നാണ്. അത് അസ്മാഉൽ ഹംസയിൽ പെട്ടതാണ്. അത് മുലാഫായിട്ടാണ് വരിക. അതിനുശേഷം മുലാഫിനിലേക്ക് ഉണ്ടായിരിക്കും. ഇത് ഹബറായിട്ടും നാത്തായിട്ടും ഒക്കെ വരും. സൂ, ദി എന്നൊക്കെ പറയും അല്ലേ. ജാ ദൂ മാലിൻ, സമ്പത്തുള്ളവൻ വന്നു. റഅയ്തു ദാ മാലിൻ, സമ്പത്തുള്ളവനെ ഞാൻ കണ്ടു, അരിഫ് കൊണ്ട് നസ്ബ് ചെയ്തു. സല്ലന്തു അലാ ദി മാലിൻ, സമ്പത്തുള്ളവനോട് ഞാൻ സലാം പറഞ്ഞു. അലാ ദി, മജ്റൂർ ആകുമ്പോൾ ദി, മൻസൂബാകുമ്പോൾ ദ, മർഫൂ ആകുമ്പോൾ സു. അതിൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ, എക്സസൈസാണിത് കേട്ടോ. തഅമ്മലിൽ അംസിലത്ത, ഉദാഹരണങ്ങളാണ് കേട്ടോ. അംസിലത്ത എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങൾ, നീ ചിന്തിക്കണം. തഅമ്മലിൽ അംസിലത്ത ആത്തിയത്ത, തുടർന്ന് വരുന്ന ലി ദു, ദുവിൻ്റെ മുദീറുന, മുദീറുന ദു ലിഹിയത്തിൻ തൊവീലത്തിൻ. മുദീറുന, ഞങ്ങളുടെ മുദീർ, ഞങ്ങളുടെ പ്രധാന അധ്യാപകൻ ആരാണ്? ദു, ഉള്ളവനാണ്. ലിഹിയത്തിൻ, താടി. ലിഹിയത്തിൻ എന്ന് പറഞ്ഞാൽ താടിയിട്ടാ, താടി ഉള്ളവനാണ്. തൊവീലത്തിൻ, നീളമുള്ള. ഞങ്ങളുടെ അധ്യാപകൻ, അല്ല എന്തായിരുന്നു, മുദീർ പ്രധാന അധ്യാപകൻ. ദു ലിഹിയത്തിൻ തൊവീലത്തിൻ, നീളമുള്ള താടി ഉള്ളവനാണ്. അവിടെ മുദീറു ഇതില് പഴയ ബുക്കിലേ പിന്നെ മുദീറുന ദു ഖാമത്തിൻ ത്വീലത്തിൻ കാണുന്നുണ്ട്. ഏതാ വാക്ക്? ലെറ്റർ പറഞ്ഞേ. ഖാഫ്, അലിഫ്, പിന്നെ മീം, താമർബൂത്ത. ഖാമത്തുൻ അല്ലേ, താമർബൂത്ത. അത് എന്ന് വെച്ചാല് നീളമുള്ള ഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ചെയ്തിട്ടുണ്ട് ഞാനും ആദ്യമായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ വാക്ക് ഇതുവരെ. കാമത്തെന്ന് പറഞ്ഞാല് ഞാൻ എവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആരോ ഇത് പറഞ്ഞിട്ട്. അത് ഏത് ബുക്കിലാണ് വന്നിട്ടുള്ളത്? കാമത്ത് ആണോ എനിക്കറിയില്ല കേട്ടോ. ഉയരമുള്ളവൻ എന്നാണോ, അങ്ങനെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കേണ്ടി വരും, ഞാൻ അർത്ഥം നോക്കിയിട്ട് പിന്നീട് പറഞ്ഞുതരാം. പിന്നെ ഹൈറ്റ് ഉള്ളവനാണോ എന്നൊരു സംശയമുണ്ട്. നീളമുള്ള ഹൈറ്റ് ആവില്ല, എന്തായാലും അതാവില്ല. കാമത്തുൻ വേറെ എന്തൊരു വാക്കാണ്, ഞാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ആരോ ഇതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ബാച്ചിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ ഓർമ്മയില്ല എനിക്ക്. ഓക്കെ, ശരി കേട്ടോ, പിന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം മുദീറു മുബത്തദ വഹുവ മുലാഫ്, നാ മുലാഫിനിലേഹി. ദൂ എന്നുള്ളതാണ് ഖബർ. കണ്ടോ, ഇവിടെ ദൂ വന്നത് ഖബറുനാണ്. ദൂ എന്നുള്ളത് ഇസ്മാണ് കേട്ടോ. അപ്പോൾ ദൂ ഖബർ, വഹുവ മുലാഫ്, ലിഹിയത്തിൻ മുലാഫിനിലേഹി. തവീലത്തിൻ എന്നത് എന്താണ്? ലിഹിയത്തിൻ എന്നതിൻ്റെ നഅത്താണ് അല്ലേ, നഅത്താണ്. ഇനി ഈ ദൂ എന്നുള്ളത് നക്കിറയാണോ മരിഫയാണോ? ലോങ് ബിയേർഡ് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക? നക്കിറയാണോ മരിഫയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ദൂ എന്ന് കാണുമ്പോൾ ഒന്നും അറിയില്ല അല്ലേ. അപ്പം നമ്മളെങ്ങനെ മനസ്സിലാക്കേണ്ടത്? ശേഷം വരുന്ന മുലാഫിനിലേഹി നക്കിറയാണെങ്കിൽ ദൂ നക്കിറയാണ്. ശേഷം വരുന്ന മുലാഫിനിലേഹി മാരിഫയാണെങ്കിൽ, അപ്പോൾ ലിഹിയത്തിൻ തെൻവീനില്ലേ, അപ്പോൾ അത് നക്കിറ. ഒരു താടി അല്ലേ, നീളമുള്ള ഒരു ലോങ് ബിയേർഡാണ് ഒരു, അപ്പോൾ നക്കിറയാണ് കേട്ടോ. അങ്ങനെയൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഹാദ ദഫ്തറു, ഈ നോട്ട് പുസ്തകം. ദു വറക്കിൻ മുസത്തരിൻ, ഈ നോട്ട് പുസ്തകം. ദു ഉള്ളതാണ്. വറക്കിൻ മുസത്തരിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയുള്ള ലൈൻഡ് പേപ്പർ. മുസത്തർ എന്ന് പറഞ്ഞാൽ വരയുള്ള, ലൈൻഡ്. വറക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ. അപ്പോൾ ഈ നോട്ട് പുസ്തകം വരയുള്ള പേജ് എന്ന് പറയാം. വരയുള്ള പേജുള്ളതാണ്, അതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ദിസ് നോട്ട് ബുക്ക് ഹാസ് ലൈൻഡ് പേപ്പർ ഉള്ളതാണ്. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദ, ദഫ്തറു ബദൽ അല്ലേ, അതിൻ്റെ ബദലുൻ മർഫൂഉൻ. ദൂ എന്നുള്ളത് ഖബറാണ്, അതിന് ശേഷം മറഖിൻ മുലാഫിനിലേഹി. മുസത്തരിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ നഅത്തായിരിക്കും അല്ലേ. മുസത്തരിൻ കസ്റത്തൈനല്ലേ, അതെ, അതിൻ്റെ നഅത്താണ്. അഹ്മദു താലിബുൻ ദു ഇൽമിൻ വ ഖുലുഖിൻ. അഹ്മദ് താലിബുൻ, ഒരു വിദ്യാർത്ഥിയാണ്. ദു ഇൽമിൻ, അറിവുള്ളവൻ. വ ഖുലുഖിൻ, സ്വഭാവമുള്ളവൻ. അഹ്മദ് ഈസ് എ സ്റ്റുഡൻറ്റ് ഓഫ് നോളേജ് ആൻഡ് ഗുഡ് ക്യാരക്ടർ. നല്ല ഖുലുഖിൻ, നല്ല സ്വഭാവമുള്ളവൻ, വെൽ മാനേർഡ് അല്ലെങ്കിൽ ഗുഡ് ക്യാരക്ടർ എന്നൊക്കെ പറയാം. അഹ്മദു മുബ്തദ മർഫൂഉൻ, താലിബുൻ ഖബറുൻ മർഫൂഉൻ,
അഹ്മദു മുബ്തദ മർഫൂൻ താലിബുൻ ഖബറുൻ മർഫൂൻ. ഇവിടെ ദൂ എങ്ങനെ വന്നിട്ടുള്ളത്? നാത്ത് അല്ലേ, കണ്ടോ? ഇതുവരെ ഖബറായിട്ടല്ലേ വന്നത്. അഹമ്മദ് ആരെക്കുറിച്ച് പറയുന്നത്? അഹമ്മദ്, അതാണ് മുബ്തദ. അഹമ്മദിനെ കുറിച്ചുള്ള വാർത്ത എന്താ? അവനൊരു വിദ്യാർത്ഥിയാണ്, ഖബറായി. അപ്പോൾ ദൂ എന്നുള്ളത് ഇവിടെ നഅത്താണ്. കണ്ടോ? നഅത്ത് മൻഊത്തിനെ 4 കാര്യങ്ങളിൽ പിന്തുടരണ്ടേ? സെയിം നമ്പർ, സെയിം ജെൻഡർ, സെയിം നക്കിറ മാരിഫ, സെയിം ഇറാബ് ഒക്കെ വരണ്ടേ? ഒക്കെ വേണ്ടേ? അവിടെ നോക്കിയേ, താലിബുൻ എന്നത് നക്കിറയാണ്. നക്കിറയല്ലേ? നക്കിറയാണ്. അപ്പോൾ ഇൽമിൻ എന്നതും നക്കിറയാണ്. പക്ഷെ ദൂ എന്താണ്? ദൂ എന്നത് മർഫു ആണ് കേട്ടോ. അപ്പം നഅത്താണ്, അതുകൂടാതെ മർഫു ആണ്. വഹുവ മുലാഫ്, ഇൽമിൻ മുലാഫിൻ ഇലൈഹി. ഖുലുഖിൻ എന്നത് മഅതൂഫാണ്. ഏതിൻ്റെ മഅതൂഫാ? ഇൽമിൻ എന്നതിൻ്റെ മഅതൂഫാണ്. ഇൽമിൻ എന്നതിൻ്റെ മഅതൂഫാണ് ഖുലുഖിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ദൂ ആണ് നഅത്ത്, ഇൽമിൻ മുലാഫിൻ ഇലൈഹിയാണ്. ദൂ ആണ് ഏതിന് സെയിം ഇറാബ് വരേണ്ടത്? താലിബുൻ്റെ. താലിബുൻ മൻഊത്ത് അല്ലെങ്കിൽ മൗസൂഫാണ്. ദൂ എന്നത് സിഫ ആണ്. ഓക്കെ, അപ്പോൾ സിഫ വരുന്നത് മൗസൂഫിൻ്റെ അതേ ഇത് വരണമെങ്കിൽ ഏതിന് വരണം? ദൂവിനാണ് വരും. എൽമിൻ്റെ കെസ്ര നോക്കണ്ട കേട്ടോ, മജറൂർ അത് മുലാഫിനിലേക്ക് ആയതുകൊണ്ടാണ്. ദൂ ആണ് സെയിം നമ്പറാണ്. ദൂ എന്നുള്ളത് ഏകവചനമാണ്. അതുകൂടാതെ സെയിം ജെൻഡർ, രണ്ടും മുദക്കറാണ്. പിന്നെ സെയിം ഇറാബ്, രണ്ടും മർഫു ആണ്. പിന്നെ സെയിം നക്കിറ, രണ്ടും നക്കിറയാണ്. താരീഫിലും ഒക്കെ ഒരേപോലെ ആവണം കേട്ടോ. ശരി. ഹാദൽ ഖമീസു, ഈ കുപ്പായം, കുമ്മിൻ ഖസീറിൻ. കുമ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സ്ലീവില്ലേ, കൈ സ്ലീവ് ഷോർട്ട് സ്ലീവ് എന്ന് പറയട്ടോ. സ്ലീവില്ലേ കൈയിൻ്റെ. കുമ്മിൻ ഖസീറിൻ, ചെറിയ സ്ലീവ് ഉള്ളതാണ് ഈ കുപ്പായം. ദിസ് ഷർട്ട് ഹാസ് ഷോർട്ട് സ്ലീവ്സ്. ഈ കുപ്പായം ചെറിയ കൈ സ്ലീവ് ഉള്ളതാണ്. വദാക ദു കുമ്മിൻ തൊവീലിൻ, അത് നീളമുള്ള സ്ലീവ് ഉള്ളതാണ്. ഓക്കെ, ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദ. അൽ ഖമീസു എന്നുള്ളത് ബദലുൻ മർഫൂഉൻ. ദു ഇവിടെ ഖബറാണ്. ഖബർ, ഈ കുപ്പായം, അതാണ് മുബ്തദ. ദു കുമ്മിൻ കസീറിൻ എന്നതാണ് ഖബർ. അപ്പോൾ ദു എന്നുള്ളത് ഖബർ. വഹുവ മുലാഫ്, കുമ്മിൻ മുലാഫുൻ ഇലൈഹി. കസീറിൻ എന്നത് കുമ്മിൻ എന്നതിൻ്റെ നേത്താണ്. വദാക്ക, ദാക്ക എന്ന് പറഞ്ഞാൽ ദാലിക്ക എന്നർത്ഥം കേട്ടോ. ദാലിക്ക പൊതുവെ ദാക്ക പറയാറുള്ളത് ഒരുപാട് ദൂരമുള്ളതിൻ്റെ അല്ല, കുറച്ച് അടുത്തുള്ളതിന് ദാക്ക അങ്ങനെയാണ് പറയാറ് കേട്ടോ. അങ്ങനെ പറയാറുണ്ട്. വല്ലാഹുലും പല ഉലമാക്കൾക്കും ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ട്, എങ്കിലും ഇങ്ങനെ പറയാറുണ്ട് ദാക്ക. നമ്മൾ ഹദീസുകളിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ദാക്ക ജിബ്രീലുൻ അത്താക്കും യുഅല്ലിമുക്കും ആലിമുദീനുക്കും എന്നൊക്കെ പറഞ്ഞ ഹദീസ് ഓർമ്മ ഉണ്ടാ? ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വന്നിട്ട് നബിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ എന്താണ് മാൽ ഇസ്ലാം മാൽ ഈമാൻ, പിന്നെ മാൽ ഇഹ്സാൻ മതാസ എന്നൊക്കെ ചോദിക്കുന്ന ഹദീസില്ലേ, ഇസ്ലാം എന്താ, ഈമാൻ എന്താ. എന്നിട്ട് അത് തിരിച്ചു പോയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്വഹാബികൾക്ക് അത്ഭുതമായപ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ദാക്ക ജിബ്രീലുൻ അത്താക്കും യുഅല്ലിമുക്കും ആലിമുദീനുക്കും എന്ന് പറഞ്ഞിട്ട്, അത് ജിബ്രീലാണ് നിങ്ങളെ ദീനിൻ്റെ അത് പഠിപ്പിച്ചു തരാൻ വന്നതാന്ന് പറയുമ്പോൾ ദാക്ക ജിബ്രീലുൻ. അപ്പോൾ ജിബ്രീൽ അവിടെ നിന്ന് നീങ്ങിയിട്ടുള്ളൂ, ദാക്ക അത് ജിബ്രീലാകും, അങ്ങനെ പറയാറുണ്ട് ദാക്ക. അപ്പോൾ ദാക്ക ഇസ്മുൽ ഇഷാറ മുബ്തദ, ദു ഖബർ, കുമ്മിൻ മുലാഫിനിലേഹി. തൊവീലിൻ എന്നത് കുമ്മിൻ എന്നതിൻ്റെ നാഴത്താണ്. ഓക്കെ, അൽ മസ്ജിദുല്ലദി ഫി ഹയ്യിന ദു മനാറത്തിൻ വാഹിദത്തിൻ. അൽ മസ്ജിദു പള്ളി, അല്ലദി യാതൊരു, ഫി ഹയ്യിന ഞങ്ങളുടെ ഏരിയയിലുള്ള, ഞങ്ങളുടെ ജില്ലയിലുള്ള പള്ളി, ദു ഉള്ളതാണ്, മനാറത്തിൻ എന്ന് പറഞ്ഞാൽ മിനാരം, വാഹിദത്തിൻ ഒരു, ഞങ്ങളുടെ ഏരിയയിലുള്ള പള്ളി ഒരു മിനാരം ഉള്ളതാണ്. ഞങ്ങളുടെ ഏരിയയിലുള്ള പള്ളി നമ്മൾ എവിടുന്ന അർത്ഥം പിടിക്കുക? സാധാരണ സിലയെന്നാണ് അർത്ഥം പിടിക്കുക അല്ലേ? ഈ ഹയ്യിന ഞങ്ങളുടെ ജില്ലയിലുള്ള ഉള്ളതായ പള്ളി, ദു മനാറത്തിൻ വാഹിദത്തിൻ ഒരു മിനാരം ഉള്ളതാണ്. ഓക്കെ, അൽ മസ്ജിദു മുബ്തദ അല്ലദി ഇസ്മു മൗസൂൽ അല്ലദി. കണ്ടോ, ഇസ്മു മൗസൂലൂടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? നഅത്തായിട്ടാണ് വന്നിരിക്കുന്നത്. പള്ളിനെ നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അല്ലദി എന്ന വാചകവും അതിനെ തുടർന്നുള്ളതും. ഫി ഹയ്യിന. അപ്പോൾ ഇസ്മു മൗസൂൽ ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഇസ്മു മൗസൂൽ മബനിയാണ് കേട്ടോ, എല്ലാതും ഇല്ല, ചിലത് മബനി അല്ലാത്തതുണ്ട്, നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? ഇസ്മു മൗസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്മു മൗസൂലി അല്ലേ? അതെ, മൗസൂലിൻ്റെ ഇസ്മു.
മബനിയുൻ അല സുക്കൂനി. കണ്ടോ, അല്ലദീ എന്ന് പറയുമ്പോൾ യാ ഇന് ഹർക്കത്തില്ല. അപ്പോൾ എന്തൊരു സുക്കൂനിൽ മബനി അല്ലേ. മബനിയുൻ അല സുക്കൂനി ഫി മഹലി റഫ് ഇൻ നാത്ത്. മസ്ജിദുൻ്റെ നാത്താണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അതേ ഇറാബ് വരണ്ടേ? അതേ ഇറാബ് ഉണ്ട്. അപ്പോൾ അത് ഇസ്മു മൗസൂല് നാത്തായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇസ്മു മൗസൂല് നാത്തായിട്ടും പല പല രൂപത്തിൽ വരും കേട്ടോ. മുബത്തതായിട്ട് ഖബറായിട്ടൊക്കെ വരും കേട്ടോ. ഇൻഷാ അല്ലാ പഠിക്കാം. അല്ലദീ എന്നുള്ളത് ഇസ്മു മൗസൂല് നാത്ത്. ഫി ഹയ്യിന, ഫി ഹയ്യി ജാറുൻ വ മജ്റൂറുൻ, ഹയ്യി മുലാഫ് നാ മുലാഫുൻ ഇലൈഹി. ഇത് സിലത്തുൽ മൗസൂലി. സിലത്തുൽ മൗസൂലി അല്ലദീ ഇസ്മു മൗസൂൽ ഫി ഹയ്യിന സിലത്തുൽ മൗസൂൽ. ദു ഇവിടെ ഖബറാണ്. ദു ഖബർ വഹുവ മുലാഫ്. മനാറത്തിൻ മുലാഫുൻ ഇലൈഹി. മനാറത്തിൻ. വാഹിദത്തിൻ എന്നത് നഅത്ത്. മനാറത്തിൻ എന്നതിൻ്റെ നഅത്താണ് വാഹിദത്തിൻ. ഓക്കെ. അപ്പോൾ ഈ വാചകത്തിൽ എന്താ പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പള്ളിയെക്കുറിച്ച്. പള്ളിയാണ് ഇതിൻ്റെ മുബത്തദ. അതിനൊന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരികയാണ്. ഞങ്ങളുടെ ജില്ലയിലുള്ളതായ പള്ളി. അതിനെക്കുറിച്ചുള്ള ഖബർ എന്താ? അതിനൊരു മിനാരമാണുള്ളത്. മിനാരമുള്ളതാണ്. അപ്പോൾ ദൂനെ മാത്രം നമ്മൾ ഖബറായിട്ട് പറഞ്ഞ് ശേഷമുള്ളത് മുലാഫിനിലേഹി. ആ മനാറത്തിന് നമ്മളടുത്ത് വീണ്ടും നന്നാക്കി പറയുകയാണ് ഒരു മിനാരം. അപ്പം അത് നാത്താണ്. ഒന്നിനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഒന്നിൻ്റെ നമ്പർ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അഹുൻ വാഹിദുൻ, സയ്യാറത്തുൻ വാഹിദത്തുൻ. നമ്പർ ആദ്യം പറയും, അല്ല സോറി, എണ്ണപ്പെടുന്നത് ബാദൂദ് ആദ്യം പറയും, പിന്നീട് അതത് പറയും. ഓർക്കണം കേട്ടോ അതിൻ്റെ നിയമങ്ങൾ. അടുത്തത് ഇഖ്റഇൽ അംസിലത. ഉദാഹരണങ്ങൾ നീ വായിക്കണം. സുമ്മ ശേഷം, ഹവ്വിൽ നീ മാറ്റണം, അൽ ജുമലൽ ആത്തിയത്ത തുടർന്ന് വരുന്ന വാചകങ്ങൾ, മിസ്ലഹ അതുപോലുള്ളത്, മസ്ലഹ അതുപോലുള്ള വാചകങ്ങളെ മാറ്റണം. ഇതുപോലെ ഓർമ്മ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള എന്നാണ്. ദൂവിൻ്റെ ബഹുവചനമാണ് ദവു, ഉള്ളവർ. ഇനി ഉള്ളവൾ എന്ന് പറയുമ്പോൾ ദാത്തു. ഇനി ഉള്ള കുറേ സ്ത്രീകൾ ദവാത്തു. ഓക്കെ. ഹാദ താലിബു ദു ഖുലുക്കിൻ. ഈ വിദ്യാർത്ഥി നല്ല സ്വഭാവം ഉള്ളവനാണ്. ഹാദ താലിബു ദു ഖുലുക്കിൻ. ഈ വിദ്യാർത്ഥി നല്ല സ്വഭാവം ഉള്ളവനാണ്. ഹാദ മുബ്തദ, അത്താലിബു ബദൽ, ദു ഖബർ, പിന്നെ എന്തായിരുന്നു? ഖുലുക്കിൻ വഹുവ മുലാഫ്, ഖുലുക്കിൻ മുലാഫുൻ ഇലൈഹി. ഈ വിദ്യാർത്ഥി നല്ല സ്വഭാവം ഉള്ളവനാണ്. ഇനി അത് ബഹുവചനാക്കുമ്പോൾ എങ്ങനെയാവും? മാറ്റാനല്ലേ പറഞ്ഞത്? ജുമലാത്തിയത്ത ഇതിലുള്ള പോലെ മാറ്റാം. ബഹുവചനാക്കുകയാണ്. ഹാ ഉലാഇ തുലാബു. ഈ വിദ്യാർത്ഥികൾ ദവു ഹുലുക്കിൻ. കണ്ടോ, കുറേ പേര് പറയുമ്പോൾ ദൂ പറയില്ല. ദവു ഹുലുക്കിൻ നല്ല സ്വഭാവം ഉള്ളവർ ആകുന്നു. ദീ സ്റ്റുഡൻറ്റ്, ഈ വിദ്യാർത്ഥികൾ, ദീ സ്റ്റുഡൻറ്റ് ആർ ഗുഡ് ക്യാരക്ടർ. ഹ ഉലായി ഇസ്മുൽ ഇഷാറ മുബ്തദ, അത്തുലാബു ബദൽ. ദവു എന്നുള്ളത് ഇവിടെ ഖബറാണ് കേട്ടോ. ഖബർ വഹുവ മുലാഫ്, ഖുലുഖിൻ മുലാഫിൻ ഇലൈഹി. അപ്പോൾ ബഹുവചനാക്കുമ്പോൾ മുലാഫിൻ ഇലൈഹിക്ക് മാറ്റങ്ങളില്ല, ഇല്ലല്ലോ? ഇല്ല. പക്ഷേ ആർക്കാ മാറ്റുള്ളത്? ദൂ മാറിയിട്ട് ദവു എന്നാകും. ഒരു വാവുൽ ജമാ, ഒരു വാവോടെ എക്സ്ട്രാ വരും. ഹാദിഹി താലിബാത്തു ദാത്തു ഖുലുക്കിൻ. ഈ വിദ്യാർത്ഥിനി നല്ല സ്വഭാവം ഉള്ളവളാണ്. ദിസ് ഫീമെയിൽ സ്റ്റുഡൻറ്റ് എന്താകുന്നു? ഈസ് എ ഗുഡ് ക്യാരക്ടർ ഉള്ളവളാകുന്നു. ഹാദിഹി സുലിഷാറ മുബ്തദ, താലിബത്തു ബദൽ, ദാത്തു ആണ് അതിൻ്റെ ഖബർ, വഹുവ മുലാഫ്, ഖുലുക്കിൻ മുലാഫുൻ ഇലൈഹി. അടുത്ത നോക്കൂ. ഹാ ഉലാഇ താലിബാത്തു ദവാത്തു ഖുലുക്കിൻ. ഈ വിദ്യാർത്ഥിനികൾ നല്ല സ്വഭാവം ഉള്ളവർ ആകുന്നു. ഹാ ഉലാഇ മുബ്തദ, അത്താലിബാത്തു ബദൽ, ദവാത്തു ഖബർ, വഹുവ മുലാഫ്, ഖുലുക്കിൻ മുലാഫുൻ ഇലൈഹി. ഇനി നമ്മളടുത്ത് ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട് അല്ലേ? ഹാദർ റജുലു ദു മാലിൻ കസീരിൻ. ഈ പുരുഷൻ ധാരാളം സമ്പത്തുള്ളവൻ ആകുന്നു. ഈ പുരുഷൻ ധാരാളം സമ്പത്തുള്ളവൻ ആകുന്നു. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദ, അർറജുലു ബദലുൻ മർഫൂഉൻ, ദു ഖബറുൻ മർഫൂഉൻ, വഹുവ മുലാഫ്, മാലിൻ മുലാഫുൻ ഇലൈഹി. കസീരിൻ എന്നത് മാലിൻ എന്നതിൻ്റെ നഅത്താണ്. ഇനി ഇത് ബഹുവചനാക്കിയേ. ഹാദ എന്താകും ജംആവുമ്പോൾ? ഹഉലാഇ. ശരി, ഹഉലാഇ. അർറജുൽ എന്താവും? റിജാലു. ദു എന്താകും?
ذبو ذو ذو مال كثير ما شاء الله correct. مال كثير. കറക്റ്റാണ്. ഹ ഉലാ ഇർജാലു ദവു മാലിൻ കസീരിൻ. ഇതേപോലെ ഇറാബ് ചെയ്യാട്ടോ. മുബത്തദ ബദൽ ഖബർ മുലാഫു മുലാഫിൻ ഇലൈഹി നഅത്ത് കേട്ടാ. ഇനി അതൊന്ന് ഫെമിനിനാക്കി. ഹാദ റജുലു എന്നുള്ളത് ഹാദ സ്ത്രീലിംഗാക്കിയേ. ഹാദ ഒരു സ്ത്രീനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹാദ എന്താവും? ഹാദിഹി. ഹാദിഹി. റജുൽ എന്താ? റജുലിന്റെ പെണ്ണാരാ? അലിഫ് ലാം ഇടണേ. ഹാദിഹിൽ ഇംറഅതു. ദു എന്താവും? ഫെമിനിൻ ആവുമ്പോ ദാതു മാലിൻ കസീരിൻ. പിന്നെ പ്രത്യേകിച്ച് കറക്റ്റ്. ഹാദിഹിൽ ഇംറഅതു ദാതു മാലിൻ കസീരിൻ. ഈ സ്ത്രീ ധാരാളം സമ്പത്തുള്ളവളാണ്. ഇനി ഹാദിഹി എന്താവും? പെണ്ണാവുമ്പോ അല്ല ബഹുവചനം ഹാ ഉലായി. അവിടെ ഹാ ഉലായി. ഹാ ഉലായി. ഇമ്രാത്തിന്റെ ബഹുവചനം എന്താ? സ്ത്രീകൾ. നിസാ. അലിഫ് ലാം ഇടണേ. ബദലാക്കി പറയണ്ട. ഹാ ഉലാ നിസാഉ. ദു എന്താവും? അല്ല ദവു ദവു അല്ല എന്താ? ദവാതു മാലിൻ കസീരിൻ. ഹാ ഉലാ നിസാഉ ദവാതു മാലിൻ കസീരിൻ. ഓക്കെ. ദവാത്തു മാലിൻ കസീർ എണ്ണം കൂടി ചെയ്ത് നോക്കാം അല്ലേ. ദവാത്തു മാലിൻ കസീരിൻ. അടുത്തത് നോക്കിക്കോളൂ കേട്ടോ. അദ്ഖിൽ നീ പ്രവേശിപ്പിക്കണം. ലഅല്ല ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. നമുക്ക് ഒരു പ്രതീക്ഷയെ കാണിക്കാൻ ആയേക്കാം എന്നൊക്കെ പറയുന്നത്. അലൽ ജുമലിൽ ആത്തിയത്തി. തുടർന്ന് വരുന്ന വാചകങ്ങളിൽ നീ ലഅല്ലനെ പ്രവേശിപ്പിക്കണം. ഇൽമൻ അറിയുന്നവനായ നിലയിൽ, അറിഞ്ഞുകൊണ്ട് അല്ലേ, മനസ്സിലാക്കിക്കൊണ്ട്. ബി അന്ന എന്താ? ലഅല്ല എന്നത് മിൻ അഖവാത്തി ഇന്ന, ഇന്നയുടെ സഹോദരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹുവ ബി ഖൈരിൻ അവൻ ഖൈറിലാണ്, അവൻ ഖൈറിലായേക്കാം എന്നെങ്ങനെ പറയാ? ഐ ഹോപ്പ്. എങ്ങനെ പറയാ? ലഅല്ല ചേർത്ത് പറഞ്ഞേ. ലഅല്ലഹു കറക്റ്റ്. ലഅല്ലഹു ബിഖൈരിൻ കറക്റ്റ് ആണ്. 2 ഹും ബിഖൈരിൻ അവർ ഖൈറിൽ ആണ്. ഇനി ലഅല്ല ചേർത്ത് പറഞ്ഞേ. ബിഖൈരിൻ. ഹിയ ബിഖൈരിൻ അവൾ ഖൈറിലാകുന്നു, അവൾ ഖൈറിലായേക്കാം. ബിഖൈരിൻ. ഈ ബിയൊക്കെ ഇൻഷാല്ലാ പിന്നീട് പഠിക്കൂട്ടെ എന്താണെന്നുള്ളത്. ബിഖൈരിൻ നമ്മളത് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഹുന്ന ബിഖൈരിൻ അവർ കുറേ സ്ത്രീകൾ ഖൈറിലാകുന്നു. അന്ത ബിഖൈരിൻ താങ്കൾ ഖൈറിലാകുന്നു, താങ്കൾ ഖൈറിലായേക്കാം. അൻതുന്ന ബിഖൈരിൻ നിങ്ങൾ കുറേ പുരുഷൻ, അൻതുന്ന കുറേ സ്ത്രീകൾ അല്ലേ, നിങ്ങൾ കുറേ സ്ത്രീകൾ ഖൈറിലാകുന്നു. അന്തും ഞാൻ വായിച്ചു, അതിനിടയിൽ വിട്ടുപോയോ? ലഅല്ലക്കും വിട്ടുപോയിട്ടുണ്ട്. അന്തും ബിഖൈരിൻ ലഅല്ലക്കും ബിഖൈരിൻ ട്ടാ. ലഅല്ലക മറ്റേ അന്തും എന്നുള്ളത് അതെങ്ങനെ മനസ്സിലായി? സ്ത്രീകള് അവിടെ അതല്ലല്ല, അന്തും ആയിരുന്നു. അതിന് ഞാൻ അന്തുന്നെയാണ് വായിച്ചത്. 6 വരെ 8 വായിച്ചു ട്ടാ. ഓക്കെ. അന്തും അതെ ലഅല്ലക്കും കറക്റ്റ് ആണ്. ലഅല്ലക്കും ബിഖൈരിൻ. അന്തി ആണെങ്കിലോ അന്തി ബിഖൈരിൻ ലഅല്ലക്കി ബിഖൈരിൻ. നീ ഒരു സ്ത്രീ ഖൈറിലായേക്കാം. അൻതുന്ന ബിഖൈരിൻ ലഅല്ലകുന്ന ബിഖൈരിൻ. അന നാജിഹുൻ ഞാൻ വിജയിച്ചവനാണ്. അന ഞങ്ങളല്ല ഞാനാണ്. നാജിഹുൻ ലഅല്ലി നാജിഹുൻ ലഅല്ലി നാജിഹുൻ നഹ്നു നാജിഹൂന ലഅല്ലനാ നാജിഹൂന. കാരണം ഖബറു ലഅല്ല ഇതല്ലേ മർഫൂ അല്ലേ, അവിടെ മാറ്റണ്ട കേട്ടോ.
അൽ മുദീറു ഫി ഗുർഫത്തിഹി, മുദീർ അദ്ദേഹത്തിൻ്റെ മുറിയിലാണ്. മുദീർ അദ്ദേഹത്തിൻ്റെ മുറിയിലായേക്കാം. لعل المدير ആ അൽ മുദീറ ഫി ഗുർഫത്തിഹി في غرفة എന്നല്ലേ വരിക? في غرفة ഗുർഫത്തിഹി എന്നുണ്ട് കേട്ടാ. ഫി ഗുർഫത്തിഹി غرفته അദ്ദേഹത്തിന്റെ മുറിയിൽ കേട്ടാ. മുലാഫിലേഹിന്റെ അൽ ഇഖ്തിബാറു സഹലുൻ, പരീക്ഷ എളുപ്പമാണ്, എളുപ്പമായേക്കാം എന്നെങ്ങനെ പറയാം? لعل الاختبار സഹലുൻ. ഐ ഹോപ്പ് ദ എക്സാം ഈസ് ഈസി, വിൽ ബി ഈസി അല്ലേ. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾ അറിയണം മുബത്തദ ഖബറാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അല്ല വരുമ്പോൾ അതിൻ്റെ ഇസ്മു അതിൽ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നതായാലും ഇപ്പം അല്ലഹു അല്ലഹ എന്നൊക്കെ പറയുമ്പോൾ അതിൽ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന ലമീറുകളുണ്ടല്ലോ, ലമീറുകളെല്ലാം മബനിയ, ചേഞ്ച് ആവൂല. അപ്പോൾ നമ്മളെങ്ങനെ പറയാം? ലമീറുൻ മുത്തസിലുൻ, അതിനെ പറയാം അറ്റാച്ച്ഡ് പ്രോനൗണാണ്. ലമീറുൻ മുത്തസിലുൻ മബനിയുൻ. എന്നിട്ട് നമ്മൾ എന്തിലും മബനിയാന്ന് ഓരോന്നും നോക്കിയിട്ട് പറയണം. അവസാനത്തെ ലെറ്ററിൻ്റെ ഹർക്കത്ത് നോക്കിയിട്ടല്ലേ നമ്മൾ അല്ലഹു എന്ന് പറഞ്ഞാൽ ലമീറുൻ മുത്തസിലുൻ മബനിയുൻ അല ദൊമ്മി. അല്ലഹ എന്നാണെങ്കിൽ അല സുക്കൂനി അല്ലക. ലമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി അല്ലക്കി മബനിയുൻ അലൽ കസ്രി. അങ്ങനെ ലാസ്റ്റ് ലെറ്ററിൻ്റെ ഹർക്കത്ത് നോക്കിയിട്ട് എന്തിലും മബനിയാന്ന് പറയണം. എന്നിട്ട് പറയണം ഫി മഹല്ലി എന്ന് പറയണം. മബനികൾക്കുള്ളതാണ് ഫി മഹല്ലി. മഹല്ല് എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥാനത്തിലാണ്. ഫി മഹല്ലി നസ്ബിൻ, ഇവിടെ എന്തിൻ്റെ സ്ഥാനത്താ? നസ്ബിൻ. എന്നിട്ട് അതിൻ്റെ റീസൺ പറയണം ഇസ്മുല അല്ല, ഇസ്മുല അല്ല. ലാസ്റ്റ് നമ്മളതിൻ്റെ റീസൺ പറയും ഇസ്മുല അല്ല. മറ്റേതൊക്കെ നമുക്ക് പറയാം ബി ഖൈറിൻ ഖബറുല അല്ല, ജാറുൻ വ മജ്റൂറുൻ ഖബറുല അല്ല. പിന്നെ പറയാം ജാറുൻ വ മജ്റൂറുൻ ഫി, അതിനും പറയാം വേണമെങ്കിൽ ഫി മഹല്ലി റഫ്ഇൻ ഖബറുല അല്ല, അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഒക്കെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ ലമീറുകളും ഫി മഹല്ലി നസ്ബിനാണ് കേട്ടോ. ഇന്നൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നതും ഇന്നൻ്റെ സഹോദരിമാരുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന എല്ലാ ലമീറുകളും നസ്ബിൻ്റെ സ്ഥാനത്താണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്തത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. ഇതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടാവൂലേ?